എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ഞാൻ ആയിരിക്കുന്നില്ല. ബഹുമാന്യനായ നമ്മുടെ പിതാവ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ് തിരുമേനി, അദ്ദേഹമാണ് കഴിഞ്ഞ 2016 മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ ജനറൽ കൺവീനറാണ്. മലപ്പുറം സമരത്തിൻ്റെ എല്ലാ വൈകാരിക വശങ്ങളും എല്ലാ വിവേകപൂർണതയുടെ വശങ്ങളും ബോധ്യമുള്ള തിരുമേനി വളരെ യാദൃച്ഛികമായി മുന്നണിയുടെ ഒരു യോഗത്തിൽ പറയുകയാണ്, നമുക്ക് മലപ്പുറത്ത് നടക്കുന്നത് പോലെ ഒരു അനിശ്ചിതകാല സമരം എല്ലാ ജില്ലകളിലും എന്തുകൊണ്ട് നടത്തിക്കൂടാ? അത് ഞാനായിരുന്നു അധ്യക്ഷൻ. ഞാൻ പറഞ്ഞു, പിതാവേ, അത് സാധ്യമല്ല. പിതാവിന് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ വടക്ക് മലപ്പുറത്ത് നടക്കട്ടെ, തെക്ക് നമുക്ക് ആലപ്പുഴയും പിതാവിൻ്റെ ആലപ്പുഴയിലുമാകാമല്ലോ. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ സ്വാതന്ത്ര്യദിന പുലരിയിൽ ആലപ്പുഴ പിതാവിൻ്റെ നാട്ടിൽ ഒരു അനിശ്ചിതകാല മദ്യനിരോധന സത്യാഗ്രഹം മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ബാനറിൽ ആരംഭിക്കുന്നത്. ഞാൻ എൻ്റെ രംഗത്തിൻ്റെ തുടക്കം കുറിക്കുന്നു. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ വരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മദ്യം, കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുമുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നു. മാത്രമല്ല, ജീവിതാവസാനം വരെ ഈ മഹാതിന്മകൾക്കെതിരെ എൻ്റെ ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കിവെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്കെന്നതിൽ ഉപരി ഗൗരവത്തോടെയുള്ള പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു. ബഹുമാന്യനായ ആദരണീയനായ ഇന്നത്തെ ഉദ്ഘാടകൻ സമസ്ത കേരള മദ്യവിരുദ്ധ ജനകീയ പ്രസ്ഥാനങ്ങളുടെയും കൂട്ടായ്മയായ മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ സാരഥി ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത അവറുകളെ ഞാനിവിടെ എല്ലാവരുടെയും പേര് പരാമർശിക്കുന്നില്ല. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഇനി അങ്ങനെ പറഞ്ഞിട്ട് നേരം പോകരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ പേര് മാത്രം പറയുന്നു. ഞങ്ങളുടെ ഇന്നത്തെ അധ്യക്ഷത വഹിക്കേണ്ടത് ഉബൈദുള്ള MLA ആണ്. അദ്ദേഹം ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. എല്ലാ അർത്ഥത്തിലും രക്ഷകനാണ് അദ്ദേഹം വളരെ വർഷങ്ങളായി മദ്യനിരോധന സമിതിയുടെ രക്ഷാധികാരി കൂടിയാണ്. മുന്നണിയുടെ രക്ഷാധികാരിയാണ് മലപ്പുറത്ത്. ഈ ഞങ്ങൾക്കൊരു അനിഷ്ട സംഭവം ഉണ്ടായി, നിങ്ങൾ അറിയണം, അത് പിന്നീട് പറയാം. അതുപോലെ ഇവിടെ പ്രൊഫസർ TM രവീന്ദ്രൻ ഞങ്ങളുടെ ദീർഘകാല സഹപ്രവർത്തകരാണ്. ഇപ്പോൾ കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. പിന്നെ ഇന്നിവിടെ പ്രസംഗിക്കേണ്ടത് നൗഷാദ് KPCC സെക്രട്ടറിയാണ്. അദ്ദേഹം അരീക്കോട്ടുകാരനാണ്. അദ്ദേഹം ഇവിടെ ഇല്ല. ബഷീർ ഉസ്താദ് ഇവിടെ ഉണ്ട്, അരിമ്പ്ര. കബീർ മാസ്റ്റർ എത്തിയിട്ടില്ല. ഡോക്ടർ നൗഷാദ് KNM മർക്കസ് തവയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. താജുദ്ദീൻ മലപ്പുറമാണ്. താജുദ്ദീൻ എത്തിയോ? യുവജന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിൻ്റെ നേതാവാണ്. അഡ്വക്കേറ്റ് NK മജീദാണ്. ആസാദ് ഫൗണ്ടേഷൻ നമുക്ക് പലപ്പോഴും വന്നും സഹായിച്ചും നമ്മളെ ആശീർവദിച്ചുമൊക്കെ പോകുന്ന പ്രസ്ഥാനമാണ്. ജംഷീൽ അബൂബക്കർ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ നേതാവാണ്. ഇന്നലെ ഞങ്ങളുടെ പന്തലിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ ആരെങ്കിലും ബന്ധപ്പെടുമെങ്കിൽ ഉടനെ എത്താൻ പറയണം. പിന്നെ എൻ്റെ സഹധർമ്മിണിയാണ് പത്മിനി. മജീദ് മാടമ്പാട്ടിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹമാണ് മലപ്പുറത്തെ സമരത്തിൻ്റെ സമർത്ഥമായ സാരഥ്യം വഹിക്കുന്നത്. സഹപ്രവർത്തകരെയെല്ലാം പരമാവധി സംഘടിപ്പിച്ചും ഈ സത്യാഗ്രഹത്തിന് ഊർജവും ചൈതന്യവും പകരുന്ന ഞങ്ങളുടെ പ്രിയ സഖാവ് മജീദ് മാടമ്പാട്ട്, വേദിയിലെ മറ്റ് സഹോദരികളെ, പ്രൊഫസർ ചിന്നമ്മ, രാജീവൻ ചൈത്രം, ഞങ്ങളുടെ ദീർഘകാല സഹപ്രവർത്തകൻ, മുഴുവൻ പരിചിതരുമായ പല ജില്ലകളിൽ നിന്നും
കലാവേദിയുടെ നേത്രിമാരിവിടെ എത്തിയിട്ടുണ്ട്. ആരെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല. അതുപോലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇനി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ ഭാരവാഹികൾ സമേതം പ്രവർത്തകന്മാർ വന്നവരെയും വരുന്നവരെയും എല്ലാവരെയും നമസ്കരിക്കുന്നു. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ. അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ. ദയാനിധിയായ ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പ്രൈസ് ദി ലോർഡ്. ജയ് ജഗത് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മഹിതമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയ ഡോക്ടർ ബിഷപ്പ് ജോഷോമ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത അവர்களോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം കൃത്യമായി 10:30 മണിക്ക് ഇവിടെ എത്തുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഉറപ്പ് തന്നതാണ്. അദ്ദേഹം കൃത്യസമയത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ പ്രത്യേകമായി വണങ്ങിക്കൊണ്ട് ഈ മഹിതമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജയ് ജഗത്.